സഹോദരങ്ങളെ, ഇവിടെ പ്രവാസികളായ നമ്മൾ ഇവിടെ എത്തിയത് എന്തിനു വേണ്ടിയാണ്? ജോലി നേടണം, കുടുംബത്തെ പോറ്റണം, വീടില്ല ഒരു വീട് വെക്കണം. പല പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾക്ക് നാട്ടിൽ നിന്നാൽ പലപ്പോഴും പരിഹാരമില്ല. അതുകൊണ്ട് പല നല്ല വിധത്തിലുള്ള ലക്ഷ്യങ്ങളോടെ കടൽ കടന്നെത്തിയിട്ടുള്ള നമ്മെപ്പോലെയുള്ള ആളുകൾ, നമുക്കെല്ലാം അറിയാം, ഇവിടെ എത്തിയ ഈ പരമമായ ലക്ഷ്യം അതിന് വിരുദ്ധമായിട്ടൊന്നും നമ്മളാരും ചെയ്യാറില്ല. ചെയ്താൽ ഇവിടെ വന്നതിൻ്റെ ലക്ഷ്യം നേടുകയില്ല. ബുദ്ധിയുള്ളവരാരും ആ ലക്ഷ്യം മറന്ന് മറ്റു പ്രവർത്തനങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും നീങ്ങാറുമില്ല. ഇത് നമ്മുടെ ഈ പ്രവാസ ലോകത്തിൻ്റെ കഥയാണെങ്കിൽ നമ്മളെല്ലാവരും വാസ്തവത്തിൽ ഈ ഭൂമിയിൽ ഒരു പ്രവാസികളാണ് എന്ന് നേരത്തെ നമ്മളിവിടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കി. എന്താണ് നമ്മൾ ഇവിടെ, അള്ളാഹു നമ്മെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമുക്കിവിടെ ജോലി നേടലും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ധാരാളമായി നേടിയെടുക്കലും നല്ല ഒരു കുടുംബത്തെ കിട്ടലും സുഖകരമായ സന്തോഷപൂർണമായ ഒരു ജീവിതം ഇവിടെ ജീവിക്കുവാൻ വേണ്ട ഭൗതികമായ സജ്ജീകരണങ്ങളൊക്കെ ഒരുങ്ങിക്കിട്ടലും അതോടുകൂടെ നമ്മുടെ ലക്ഷ്യം പൂർണ്ണമായോ ഈ ഭൂമിയിൽ? ഒരിക്കലുമില്ല. എന്തിനാ അള്ളാഹു നമ്മെ ഇങ്ങോട്ട് അയച്ചത്? നമ്മെ ഇങ്ങോട്ട് അയച്ചത് ജുബൈലിലേക്ക്, സഊദിയിലേക്ക് എന്തിനയച്ചു എന്നല്ല ചോദിക്കുന്നത്. ഈ ഭൂമിയിലേക്ക് നമ്മെ എന്തിനയച്ചു? എന്താണ് നമ്മുടെ ലക്ഷ്യം? എങ്ങോട്ടാ മടങ്ങിപ്പോകാനുള്ളത്? ആ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനം. അല്ലാഹു തആല വളരെ വ്യക്തമായി തന്നെ നമ്മൾ ധാരാളമായി കേൾക്കുന്ന വചനമാണ് സൂറത്തുൽ ദാരിയാത്തിന്റെ അവസാന ഭാഗത്ത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയും ഭൂതവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. നമ്മെ ഇങ്ങോട്ട് അയച്ചതിൻ്റെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് എപ്പോൾ വിളിയാളം കിട്ടുന്നുവോ ഉടനെ ആ റബ്ബിലേക്ക് നല്ല ഇന്നത്തായ ആ ഒരു പ്രത്യേകമായ മനസ്സോടുകൂടി അവനിലേക്ക് മടങ്ങിപ്പോകലാണ്. അതിനെന്ത് വേണം? അതിനുതകുന്നതായിരിക്കണം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ഒരു വേള ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ഈ പ്രവാസ ലോകത്ത് വന്ന് ചെയ്യുന്ന ജോലി പോലും ആ ലക്ഷ്യത്തിൽ നമുക്ക് നമ്മുടെ നന്മയുടെ ത്രാസിൽ കനം തൂകുന്ന പുണ്യകർമ്മങ്ങളായി രേഖപ്പെടുത്തപ്പെടുന്ന വിധത്തിൽ നമ്മുടെ ഇഖ്ലാസും നമ്മുടെ നിയ്യത്തും, എനിക്കെൻ്റെ കുടുംബത്തെ പോറ്റുന്ന കാര്യമാണ്, എൻ്റെ ഉമ്മയെ നോക്കുന്ന, ബാപ്പയെ നോക്കുന്ന, മക്കളെ നോക്കുന്ന, ഇണയെ നോക്കുന്ന ആ കർമ്മത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വരുമ്പോൾ അതും നമുക്ക് നന്മയായി രേഖപ്പെടുത്തുവാൻ അനിവാര്യമായ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാറുമുണ്ട്. ഒന്ന്, നമ്മളൊക്കെ ഹലാലായ ജോലികൾ മാത്രമേ ചെയ്യാറുള്ളൂ. എന്തും നേടണം, 4 കാശുണ്ടാക്കണം എന്ന നിലക്ക് നമ്മളാരും ഒരു ഹറാമിലൂടെ ധനം നേടാറില്ല. ഏത് മേഖലയിലാണോ നമ്മൾ ജോലി ചെയ്യുന്നത്, ആ ജോലി ചെയ്യുന്ന മേഖലയിൽ എനിക്ക് അല്ലാഹു പൊരുത്തപ്പെട്ട റിയാലുകളും അതേപോലെ തന്നെയുള്ള വരുമാന മാർഗങ്ങളും മതി എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതേപോലെ തന്നെ അതിന് ശ്രദ്ധിക്കേണ്ടവരുമാണ് നമ്മൾ. ആ മേഖലയിൽ നമുക്ക് നമ്മുടേതായ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനം നമ്മുടെ മനസ്സിലുണ്ട്. ഒരു കാലഘട്ടം വരും എൻ്റെ സമൂഹത്തിന്, ആ കാലം വരുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഒരു ചിന്തയേ ഉണ്ടാവുകയുള്ളൂ, ധനം നേടണം, ധനം നേടണം എന്നുള്ള ചിന്ത മാത്രമായിരിക്കും അക്കാലഘട്ടത്തിലെ ആളുകൾക്കുള്ളത്. അവൻ പരിഗണിക്കുകയില്ല, അവൻ ചിന്തിക്കുക പോലുമില്ല
അമിനൽ ഹലാലി അമ്മിനൽ ഹറാം. ഇത് ഹലാലിലൂടെയാണോ എനിക്ക് ഇൻകം വന്നത്, അതോ ഹറാമിലൂടെയാണോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ, അതൊക്കെ പിന്നെയാവാം, 4 കാശുണ്ടാക്കാനാണ് ഇങ്ങോട്ട് വന്നത്, അതെങ്ങനെയും നേടിയെടുത്തേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. എത്ര ഗുരുതരമാണ് ആ കാര്യം. നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ വരുമാനത്തിൽ ഹറാം കലർന്നു പോയാൽ, അത് പലിശയിൽ അധിഷ്ഠിതമായാൽ, ഹറാമായ നിലക്ക് ഏതെങ്കിലും അനർഹമായത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നമ്മൾ വസൂലാക്കി കഴിഞ്ഞാൽ, നാം തൊഴിലെടുക്കുന്ന തൊഴിലുടമക്ക് ഇഷ്ടമില്ലാത്ത, അനുവാദമില്ലാത്ത, നമ്മുടേതായ കാര്യങ്ങളുടെ അപ്പുറമുള്ള പലതിലും നമ്മൾ നേട്ടം കണ്ണുവെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ, ആ കാശുകളൊന്നും നമുക്ക് ഉപകാരപ്പെടൂല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എത്രത്തോളം നമ്മുടെ ദുആക്ക് വരെ അത് ബാധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എത്രയോ ആളുകളെ സംബന്ധിച്ച് പറയുന്നു, അവർ അല്ലാഹുവിനോട് യാ റബ്ബ് എന്നവരെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. റബ്ബേ, പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പാടിലാണ്, ഒരുപാട് കാലമായി അവർ ദുആ ചെയ്യുന്നു, പക്ഷേ ഉത്തരം കിട്ടുന്നില്ല. എന്തേ ഉത്തരം കിട്ടാതിരിക്കാൻ കാരണം? അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമിലൂടെ നേടിയതാണ്, അവൻ ഉടുക്കുന്ന വസ്ത്രം ഹറാമിലൂടെ നേടിയതാണ്, അവൻ താമസിക്കുന്ന ഭവനമടക്കമുള്ള അവന്റെ ജീവിതത്തിന്റെ മറ്റു മാർഗങ്ങളൊക്കെ അവൻ ഹറാമിലൂടെ നേടിയതാണ്. അതുകൊണ്ട് ഹറാമായ ധനം കലർന്നിട്ടുള്ള, ആ ധനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളർന്നു വന്നിട്ടുള്ള ഒരു ശരീരത്തിന് നരകമല്ലാതെ മറ്റെന്താണ് യോജിക്കുക? അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? എത്ര കൈ ഉയർത്തി റബ്ബിനോട് അവൻ എത്ര വിനയത്തോടെ ദുആ ചെയ്തിട്ടെന്ത് ഫലമാണ്? വരുമാനം അവൻ ശ്രദ്ധിച്ചിട്ടില്ല, പലിശയുമായുള്ള ബന്ധങ്ങൾ അവൻ അവസാനിപ്പിച്ചിട്ടില്ല, അവൻ നുണ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും കച്ചവടം ചെയ്യുന്നത്, അവൻ അനർഹമായ നിലക്ക് കമ്മീഷനുകൾ പറ്റുന്നുണ്ട്, അവൻ അനർഹമായ നിലക്ക് ബില്ലുകൾ കൂട്ടിയെഴുതിയിട്ട് തൻ്റെതായ ആളുകളെ വഞ്ചിക്കുന്നുണ്ട്, തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള തൻ്റെതായ തൊഴിലിൽ തൊഴിലുടമയുടെ അനുവാദമില്ലാതെ, അറിവില്ലാതെ പല കമ്പനികളുമായും അവൻ പലവിധത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിലും ഏർപ്പെടുന്നുണ്ട്. അവരുടേതായ പ്രോഡക്റ്റുകൾ തൻ്റെ കമ്പനിയിൽ, തൻ്റെതായ ഷോപ്പിൽ വെക്കുവാൻ വേണ്ടി സെയിൽസ്മാനായി നിൽക്കുന്നവരും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവരുമൊക്കെ ചില പ്രത്യേകമായ കമ്പനികളിൽ നിന്ന് തനിക്ക് ധാരാളക്കണക്കിന് പണം ഒരു കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് നേടിയെടുക്കാമെന്ന കണ്ണും വെച്ചുകൊണ്ട് തൊഴിലുടമയ്ക്ക് അനുവാദമില്ലാതെ പലവിധത്തിലുള്ള കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അതേപോലെ തന്നെ 100 കൂട്ടം കാര്യങ്ങളിൽ ഈ വിധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണുള്ളത്. തനിക്ക് ആനുകൂല്യം കിട്ടുമെന്ന് കണ്ടാൽ, തനിക്ക് ധാരാളക്കണക്കിന് കൈ നിറയെ ഗിഫ്റ്റ് കിട്ടുമെന്ന് കണ്ടാൽ, ഒരു രോഗി തന്നെ സമീപിക്കുമ്പോൾ ആ രോഗിയുടേതായ ഗുണത്തെക്കാൾ അപ്പുറം ആ രോഗിക്ക് ആവശ്യമില്ലാത്ത നിലക്കുള്ള ചികിത്സാ രീതികളും പരിശോധനകളും എഴുതി കൊടുത്തുകൊണ്ട് പണമുണ്ടാക്കുന്ന പലവിധത്തിലുള്ള ആതുര കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ചില പ്രത്യേകമായ മരുന്ന് കമ്പനികളിൽ നിന്ന് തനിക്ക് കൈ നിറയെ ഗിഫ്റ്റ് കിട്ടണം എന്ന നിലക്ക് ചില കമ്പനികളുടെ മരുന്നുകൾ മാത്രം, അത് രോഗിക്ക് എത്ര അരോചകമാണെങ്കിലും അനാവശ്യമാണെങ്കിലും അത് തന്നെ എഴുതി കൊടുത്തുകൊണ്ട് തൻ്റെ പ്രത്യേകമായ വരുമാനത്തിലേക്ക് ആയിരങ്ങൾ നേടുവാൻ ശ്രമിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് ഒരു മേഖലയിലും ഇതിന്ന് കുറവല്ല. ഏത് മേഖല എടുത്തു നോക്കിയാലും പണം വാങ്ങുവാനും വസൂലാക്കുവാനും പലവിധത്തിലുള്ള മാർഗങ്ങൾ എന്ന് ധാരാളമായി ആളുകൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്? അതൊക്കെ ഒരു ചെറിയ വിഷയമല്ലേ, ഒരു ചെറിയ പ്രശ്നമല്ലേ, ചെറിയ വിഷയമാണോ? റഹ്മാനായ റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന ദുആക്ക് വരെ ഇജാബത്ത് കിട്ടാൻ നമ്മുടെ വരുമാനങ്ങളിൽ ഹറാം കലർന്നാൽ അത് കാരണമായി തീരുന്നുണ്ടെങ്കിൽ അതെത്രത്തോളം പ്രയാസകരമാണ്. തനിക്കൊരാവശ്യം വരുമ്പോ
ആവശ്യം വരുമ്പോൾ മാത്രം ആളുകളിൽ നിന്ന് കടം വാങ്ങുന്ന ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ആർഭാടത്തിന് വേണ്ടി, അനാവശ്യമായ ചെലവുകൾക്ക് വേണ്ടി ഞാനിത് തുടക്കത്തിലെ എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താൻ കാരണം, പലപ്പോഴും നമ്മളാണ് അതിൻ്റെ ഇരകളായി മാറുന്നത്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളാണ് ആ ചതിക്കുഴികളിൽ പലപ്പോഴും വീഴുന്നത്. ധാരാളക്കണക്കിന് നമ്മൾ പണം കടം വാങ്ങുകയാണ്. ആളുകളിൽ നിന്ന് കിട്ടാതാകുമ്പോൾ നമ്മുടേതായ ഓരോരുത്തരുടെയും അഭിമാനം നിലനിർത്താനാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവന്റെ വീട് നോക്കി, മറ്റുള്ളവന്റെ സംസ്കാരം നോക്കി, മറ്റുള്ളവന്റെ കല്യാണം നോക്കി, മറ്റുള്ള ആചാരങ്ങൾ നോക്കിയിട്ട് അതിലൊട്ടും കുറവാകാൻ പാടില്ല എന്ന ദുരഭിമാനം മൂത്ത് ബാങ്കുകളിൽ നിന്നവൻ കടം വാങ്ങുകയാണ്. സ്വർണമുള്ള സഹോദരിമാരുടെ സ്വർണം കൊണ്ടുപോയി അവർ ബാങ്കിൽ പലിശക്ക് പണയം വെക്കുകയാണ്. അവർക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും അവരങ്ങനെയാണ് സ്വർണപ്പണയം ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കണം, അനിവാര്യമായ ഒരു സാഹചര്യം വന്നാൽ സ്വർണ പണ്ടങ്ങൾ പണയം വെക്കുന്ന ആളുകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് അനിവാര്യമായ അത്യാവശ്യമായി നമുക്ക് എവിടെ നിന്നും പണം കിട്ടാനില്ല, ആരും നമുക്ക് നൽകാനില്ല എങ്കിലും നിങ്ങൾ ആ സ്വർണ്ണാഭരണം കൊണ്ടുപോയി ബാങ്കിൽ നിങ്ങൾ പലിശക്ക് പണയം വെക്കരുത്. മറിച്ചെന്ത് ചെയ്യണം? ആ ഉള്ള സ്വർണം നിങ്ങൾ കൊണ്ടുപോയി വിൽക്കൂ. അത് വിറ്റിട്ട് നിങ്ങളുടെ അത്യാവശ്യ കാര്യം നിങ്ങൾ നടത്തൂ. റഹ്മാനായ റബ്ബിന് വേണ്ടിയല്ലേ നിങ്ങൾ പണയം വെക്കാത്തത്? പണയം വെച്ചാൽ നിങ്ങൾക്ക് കാശ് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളത് വിൽക്കാൻ തീരുമാനിക്കുന്നു. എന്തേ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, ആ റബ്ബിനോട് യുദ്ധം പ്രഖ്യാപിക്കാൻ ഞാനില്ല. കാരണം പലിശയെ പറ്റി അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണല്ലോ, അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ റസൂലിനോടൊക്കെ യുദ്ധം പ്രഖ്യാപിക്കാൻ നമ്മൾ ആരാണ്? ആ പലിശയുടെ ഇടപാടുമായി ബന്ധപ്പെടുന്നതിനേക്കാൾ അപ്പുറം റബ്ബേ, നിന്റെ ഖജനാവിൽ എത്ര കോടികളാണ്, കൊടുത്താലും തന്നാലും തീരാത്തത്ര നിന്റെ ഖജനാവിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇത് പണയം വെക്കാത്തത്, പലിശക്ക് പണയം വെക്കാത്തത്. നേരെ മറിച്ച് ഞാനിത് വിൽക്കാൻ തീരുമാനിച്ചത് എന്തുദ്ദേശത്തിലാണ്? നിന്റെ ഖജനാവിൽ എത്രയോ ഉണ്ടല്ലോ, എൻ്റെ ഈ ആവശ്യം ഇപ്പോൾ നിവർത്തിച്ച് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ എനിക്കെൻ്റെ റബ്ബ് സമ്പത്ത് തന്നാലോ, അതുകൊണ്ട് എനിക്ക് ഹലാലായ നിലയ്ക്ക് ഇനിയും പണ്ടം വാങ്ങാമല്ലോ, സ്വർണം എനിക്ക് വാങ്ങാമല്ലോ. ഇല്ലെങ്കിൽ വേണ്ട, എന്നാലും ഞാൻ പലിശക്കില്ല. അതിങ്ങനെ കുമിഞ്ഞുകൂടിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കടക്കാരനായി മാറുന്ന പലിശക്കെടുതിയിലേക്ക് ഞാനില്ലെന്ന് തീരുമാനിക്കുവാൻ ഒരാൾ മനസ്സ് വെച്ചാൽ, റബ്ബിലല്ലേ അയാൾ തവക്കുലാക്കിയത്, അയാൾക്കൊരിക്കലും പരാജയപ്പെടേണ്ടി വരില്ല. ഇത് റബ്ബിന്റെ ഓഫറാണ്. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. ഈ തവക്കുൽ നമുക്കുണ്ടോ പ്രിയമുള്ളവരെ? ആര് അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടവൻ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവാവുകയാണ്. ഞാനിപ്പോൾ ഈ പ്രവൃത്തി ചെയ്താൽ ഇതെന്റെ റബ്ബിന് പൊരുത്തമില്ലാത്ത സംഗതിയാണ്, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന നിലക്ക് ഒരാൾ റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കുകയാണെങ്കിൽ യജഅൽ ലഹു മഖ്റജ, അവന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു എക്സിറ്റ്, അല്ലാഹു പുറത്ത് കടക്കാനുള്ള ഒരു വഴി അവൻ അല്ലാഹു കൊടുക്കും, തീർച്ചയാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവൻ അല്ലാഹു വീണ്ടും വീണ്ടും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. വമൻ യതവക്കൽ അലല്ലാഹ്, ആര് അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്നുവോ അവന് അല്ലാഹു മതിയാകുന്നത് തന്നെയാണ്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി അസ്സ വജല്ല, നീ ഏതെങ്കിലും ഒരു കാര്യം ഉപേക്ഷിക്കുകയാണ്, ആ പ്രവൃത്തി ഞാൻ ചെയ്യൂല, ആ കാര്യത്തിലേക്ക് ഞാൻ ഏർപ്പെടൂല, അതിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കൂല. എന്തേ കാരണം? അതെന്റെ റബ്ബിന് പൊരുത്തമില്ല, അതുകൊണ്ട് അവന് വെറുപ്പുള്ളത് ഞാൻ ചെയ്യില്ല എന്ന നിലക്ക്
എനിക്ക് ചെയ്യാൻ ചാൻസ് കിട്ടിയ ഒരു കാര്യം പോലും ഞാൻ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഓഫർ എന്താണ്? ഇല്ലാ ബദ്ദലകല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക മിൻഹു. നീ ഏതൊരു കാര്യമാണോ ഉപേക്ഷിച്ചതെങ്കിൽ അതിനേക്കാൾ ഖൈറായ നിലക്ക് അള്ളാഹു നിന്റെ കാര്യങ്ങൾ അവൻ്റെതായ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ നിനക്ക് പകരമായി തരും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വരുമാനത്തിൽ നമുക്ക് ഹറാം കലരാതിരിക്കാനുള്ള ശ്രദ്ധയാണ് നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടത്. അതേപോലെ തന്നെ നമ്മളിവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് റഹ്മാനായ റബ്ബിൽ നിന്നാണ് സമാധാനം കിട്ടേണ്ടത്. ആ സമാധാനം കിട്ടുവാൻ നമ്മുടെ ജോലികളോ നമ്മുടേതായ കച്ചവടങ്ങളോ നമ്മുടെ ഒരു ബാധ്യതകളും അള്ളാഹുവിനെ ഓർക്കേണ്ട പ്രകാരത്തിൽ ഓർക്കുന്നതിന് തടസ്സമാകാൻ പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയപ്പോൾ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാഹ് വഇതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. നല്ലവരായ വിശ്വാസികളെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അവരുടെ കച്ചവടങ്ങളോ അവരുടെ ബിസിനസ്സുകളോ കൊള്ളക്കൊടുക്കകളോ ഇടപാടുകളോ അവരുടെ മറ്റൊരു കാര്യങ്ങളും അള്ളാഹുവിനെ ഓർക്കുന്നതില്ലെന്ന് അവർക്ക് അശ്രദ്ധമാവുകയില്ല. ചില മുഫസ്സിരീങ്ങളൊക്കെ അൻദിക്രില്ല എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ ഐമിൻ ഹുദൂരിൽ മസാജിദി ലിസ്സലാ, നിസ്കാരത്തിന് പള്ളികളിൽ ജമാഅത്തിന് ഹാജരാകുന്നതില്ലെന്ന് അവർക്കതൊന്നും തടസ്സമാവുകയില്ല എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിലും സകാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുന്ന കാര്യത്തിലുമൊന്നും നമ്മുടെ ജോലികളോ നമ്മുടെ കച്ചവടങ്ങളോ ഒരു നിലക്കും തടസ്സമാകാത്ത വിധത്തിലാവണേ എന്ന് അള്ളാഹുവിന്റെ കൽപ്പന തന്നെയാണ് സൂറത്തുൽ മുനാഫിഖൂനിന്റെ അവസാന ഭാഗത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ അല്ലാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ, നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാതിരിക്കട്ടെ. എന്നിട്ട് അല്ലാഹുവിന്റെ താക്കീത് എന്താണ്? ആരെങ്കിലും അതിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവൻ ഏറ്റവും വലിയ പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. മരണനേരത്തവൻ വിലപിക്കും, അല്ലാഹുവേ അല്പം തന്നാലും ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യാമെന്ന് മനുഷ്യർ വിലപിക്കുന്ന ഒരു നാള് വരാനിരിക്കുന്നു എന്നുള്ളത് ഓർത്തുകൊണ്ടാണ് നമ്മുടെ കടമകളെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധം നമ്മൾ എപ്പോഴും സദാ നിലനിർത്തേണ്ടത്. ഇനി സഹോദരന്മാരെ, ഇതിലൊക്കെയും നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മുടെ മനസ്സ് പാകപ്പെടണമെങ്കിൽ എന്താണ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഗുണം? നമുക്ക് ഈമാനാണ് ഉണ്ടായിരിക്കേണ്ടത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബി എന്നെ കാണുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്, എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിയാതെയും എൻ്റെ കാര്യങ്ങൾ അവൻ കൃത്യമായി തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലക്കും അവൻ്റെതായ അറിവും അവൻ്റെ നോട്ടവും അവൻ്റെ കേൾവിയും എൻ്റെ ഹൃദയം പോലും അവൻ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുമ്പേ അതെൻ്റെ റബ്ബറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലക്കുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ശരിപ്പെടേണ്ടത്, റസൂലിലുള്ള വിശ്വാസമാണ് സ്ഥിരപ്പെടേണ്ടത്, പരലോക നാളിനെ കുറിച്ചുള്ള ഭയമാണ് വ്യക്തമായി നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവേണ്ടത്. മഹാന്മാരായ സ്വഹാബത്ത് പറയുന്ന ചില വാചകങ്ങളുണ്ട്. സ്വഹാബിയായ ജുൻദബ് ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെയായിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരായി ഞങ്ങളിങ്ങനെ പ്രായപൂർത്തിയോടടുത്ത് വരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ
ഫതഅല്ലംനൽ ഈമാന ഖബ്ല അൻ നതഅല്ലമൽ ഖുർആൻ. ഞങ്ങൾ ഖുർആൻ ഹാഫിളാക്കുന്നതിനേക്കാളും ഖുർആനിന്റെ അക്ഷരങ്ങൾ മനഃപ്പാഠമാക്കുന്നതിനേക്കാളും മുമ്പ് ഞങ്ങൾ വല്ലാതെ ഏറ്റവും പ്രാധാന്യപൂർവം ഞങ്ങൾ ഗ്രഹിച്ചിരുന്നത്, പഠിച്ചിരുന്നത് ഞങ്ങളുടെ ഈമാൻ ശരിപ്പെടുത്താനാണ്, ഈമാൻ ശരിയാക്കാനാണ്. വിശുദ്ധ ഖുർആനിൻ്റെതായ ആയത്തുകൾ മനഃപ്പാഠമാക്കുന്നതിനേക്കാളും അപ്പുറം ആ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ, അതിലെ ഹലാലുകൾ, അതിലെ ഹറാമുകൾ, അതിലെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും എൻ്റെ ജീവിതവുമായി ഖുർആൻ എപ്രകാരമാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിൽ വരുന്ന വിധത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകത്തെക്കുറിച്ചുള്ള ബോധവും നന്നായി ഞങ്ങളുടെ ഖൽബിനെ നന്നായി അത് പഠിപ്പിച്ച് ആ ഈമാനിനെ ദൃഢമാക്കുവാനുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരുന്നത്. പിന്നീട് ഞങ്ങൾ ഖുർആൻ ഹിഫ്ളാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഫസ്തദദ്നാ ബിഹി ഈമാനാ, അതിലൂടെ ഞങ്ങളുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇവിടെയാണെന്ന് നമ്മൾക്ക് അബദ്ധം സംഭവിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ആ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, ഇതൊക്കെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മക്കയിലെ ജനതയോട് 10-13 കൊല്ലത്തോളം അന്ന് അവതരിച്ചിട്ടുള്ള മക്കിയായ അധ്യായങ്ങൾ മുഴുവനും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, പരലോക നാളിനെ കുറിച്ചുള്ള ഭീതി, എന്താണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ള കൃത്യമായ നിലക്കുള്ള അധ്യാപനങ്ങൾ, ഇതൊക്കെ മനുഷ്യ മനസ്സുകളിൽ നന്നായി ദൃഢവൽക്കരിക്കുന്ന നിലക്കുള്ള അധ്യാപനങ്ങളായിരുന്നുവല്ലോ മക്കിയായ സൂറത്തുകളിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീടല്ലേ അവരോട് മറ്റു പല നിയമങ്ങളും കൽപ്പിച്ചത്. മദ്യപിക്കാൻ പാടില്ലെന്ന്, വ്യഭിചരിക്കാൻ പാടില്ലെന്ന്, പലിശ വാങ്ങാൻ പാടില്ലെന്ന്, അനാവശ്യമായ നിലക്ക് നിങ്ങളുടെ നോട്ടം നിയന്ത്രിക്കണമെന്ന്, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തണമെന്ന്, കുടുംബജീവിതത്തിന്റെ നിയമങ്ങൾ, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ, അരുതായ്മകൾ, ഹലാലുകളും ഹറാമുകളും പലതും പിന്നീടുള്ള അധ്യായങ്ങളിൽ അല്ലാഹു തആല പറയുമ്പോ അതൊക്കെ കേൾക്കുന്ന മാത്രയിൽ തന്നെ ഏറ്റെടുക്കുവാനുള്ള മാനസികമായ ഒരു ധൈര്യം, മാനസികമായ ഒരു കരുത്ത്, ഈമാനിൻ്റെതായ ഒരു ദൃഢത, അത് നേടിയെടുക്കലാണ് ആദ്യമായി നമ്മളിൽ ഉണ്ടാകേണ്ടത്. അത് നേടിയെടുത്തു കഴിഞ്ഞാൽ എവിടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിലും, നമ്മുടെ തൊഴിൽശാലയിൽ, നമ്മുടെ ഫാക്ടറിയിൽ, നമ്മൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും, എവിടെയാണെങ്കിലും ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എൻ്റെ മേലുദ്യോഗസ്ഥൻ നോക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാവില്ല ഞാൻ അവിടെ തൊഴിലെടുക്കുക. എന്നെ നിയന്ത്രിക്കുന്ന CCTVയുടെ ക്യാമറയിലൂടെ അത് നിരീക്ഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അപ്പുറത്തെ ഓഫീസിലുണ്ടല്ലോ എന്ന് പേടിച്ചിട്ടല്ല ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്യുക. മറിച്ച് അതിനേക്കാളും അപ്പുറം ഉറങ്ങാത്ത, മയങ്ങാത്ത, ക്ഷീണം ബാധിക്കാത്ത റഹ്മാനായ റബ്ബിന്റെ നിരീക്ഷണം സദാ എന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, തീർച്ചയായും അല്ലാഹു നിന്നിൽ സദാ നിരീക്ഷകനായിട്ടുണ്ട് എന്ന ബോധം നമുക്കുണ്ടായാൽ, നമ്മൾ വീട്ടിലാണെങ്കിലും ഒറ്റക്ക് സ്വകാര്യതയുടെ റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മെ നിയന്ത്രിക്കുവാൻ റബ്ബുണ്ടാകും. ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നല്ല ജീവിതം ജീവിക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ സ്വകാര്യതയുടെ നിമിഷങ്ങളിലാണ് നമ്മുടേതായ തഖ്വ പരീക്ഷിക്കപ്പെടുന്നത്. അതെന്തുകൊണ്ടേ ഉണ്ടാവുകയുള്ളൂ? അല്ല കാണുന്നുണ്ടല്ലോ, അല്ല കേൾക്കുന്നുണ്ടല്ലോ. എൻ്റെ റബ്ബ് സമീ ആണല്ലോ, എൻ്റെ റബ്ബ് ബസീറാണല്ലോ, എല്ലാം കേൾക്കുമല്ലോ, എല്ലാം കാണുമല്ലോ, അവൻ എല്ലാം അറിയുന്ന അലീമാണല്ലോ, അവൻ എന്തിനും കഴിവുള്ള ഖദീറാണല്ലോ, എല്ലാ അർത്ഥത്തിലും അവൻ എന്നോട് വാത്സല്യമുള്ളവനാണല്ലോ. ഞാനൊന്ന് പിഴച്ചാൽ എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണല്ലോ. ഇങ്ങനെയൊക്കെയുള്ള 100 കൂട്ടം ചിന്തകളിലൂടെ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ മുഴുവനും നമുക്ക് വ്യത്യാസം വരികയാണ്, മാറ്റങ്ങൾ വരികയാണ്. അതോടൊപ്പം നമ്മുടേതായ കർമ്മങ്ങളെ ബാത്തിലാക്കി കളയുന്ന വിശ്വാസങ്ങൾ കടന്നു വരുന്നത് സൂക്ഷിക്കുകയും വേണം.
അതാണ് ഏറ്റവും പ്രധാനം. നിത്യജീവിതത്തിൽ നമ്മൾ എത്ര തവണയാണ് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നത്? 5 നേരത്തെ ബാങ്കുകളിലൂടെ, ഇഖാമത്തുകളിലൂടെ, നിസ്കാരങ്ങളിലൂടെ ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സാക്ഷ്യവചനം: അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ഷഹാദകൾ നമ്മൾ പറയുന്നു. ആ പറയുന്ന ഷഹാദകളോട് കൂറുപുലർത്തിയുള്ള ജീവിതമാണോ നമ്മുടേത്? എന്റെ ജീവിതം നോക്കിക്കോ. നമ്മൾ പറയുന്നത് അഷ്ഹദു, ഞാൻ സാക്ഷിയാണ്. എന്റെ ജീവിതം അതിന് സാക്ഷിയാണ്. എന്തിന്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ല ഒഴികെ ഒരാരാധ്യനില്ല. റബ്ബല്ലാത്തവരെ ഞാൻ ആരാധിക്കില്ല. അവനോടല്ലാതെ ഞാൻ പ്രാർത്ഥിക്കില്ല. അവനല്ലാതെ ഞാൻ നേർച്ച വഴിപാടുകൾ അർപ്പിക്കില്ല. അവന്റെ മുമ്പിലല്ലാതെ ഞാൻ സുജൂദ് ചെയ്യുകയില്ല. അവന്റെ ഭവനത്തിന് ചുറ്റുമല്ലാതെ ഞാൻ തവാഫ് ചെയ്യുകയില്ല. അവൻ നിശ്ചയിച്ചിടത്തല്ലാതെ ഞാൻ ബറക്കത്തിന് വേണ്ടി മുത്തം വെക്കുകയില്ല. 100 കൂട്ടം കാര്യങ്ങളുടെ പ്രഖ്യാപനം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെല്ലാം എനിക്ക് മാതൃക എന്റെ നബിയായ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുന്ന് പഠിപ്പിച്ചിടത്ത് ഞാൻ നിൽക്കും. എൻ്റെ വിശ്വാസത്തിലും, എൻ്റെ കർമ്മത്തിലും, എൻ്റെ സ്വഭാവത്തിലും, എൻ്റെ സംസ്കാരത്തിലും, എൻ്റെ സാമ്പത്തിക ജീവിതത്തിലും, എൻ്റെ ലൈംഗിക വിശുദ്ധിയിലും, എൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളുണ്ടോ അതിലൊക്കെയും ഞാൻ ഈ ഷഹാദ വിട്ട് കളിക്കുകയില്ല. ഈ ഷഹാദയുടെ പൊരുളിന് വിരുദ്ധമാകുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് എത്ര തവണയാ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ദിനേന അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൈകെട്ടിയിട്ട് നമ്മൾ അവനോട് പറയുന്നതും അത് തന്നെയാ: ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. കൃത്യമായി തന്നെ നമ്മൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, എൻ്റെ നമസ്കാരം, അതേപോലെ തന്നെ എൻ്റെ മറ്റു അനുഷ്ഠാന കർമ്മങ്ങൾ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവിതവും, ഇനി ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മരണവും സർവലോക പരിപാലകനായ റബ്ബ് ഇഷ്ടപ്പെടുന്ന വിധത്തിലേ ഞാൻ ചെയ്യുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ അതൊക്കെ അനുസരിക്കുന്ന യഥാർത്ഥ മുസൽമാനാണ്. നമ്മൾ അള്ളാഹുവിനോട് കൃത്യമായി തന്നെ പുലർത്തുന്ന ആ പ്രഖ്യാപനം അല്ല നമ്മളോട്, മുത്തമുസ്തഫയോട് നമ്മോട് പറയാൻ പഠിപ്പിച്ചു തന്നതാണ്. ശിർക്കിന്റെ ഗൗരവം പറയുന്നിടത്താ അള്ളാഹു പറയുന്നത്: ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വഉമിർനാ ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ വഅൻ നഖീമുസ് സ്വലാത്ത വത്തഖൂഹ് വഇലൈഹി വഹുവല്ലദീ ഇലൈഹി തുഹ്ശറൂൻ. വളരെ വ്യക്തമായി അല്ലാഹു തആല പറയുകയാണ്, മനുഷ്യനോട് കൃത്യമായി പറയുന്നു. ഖുൽ നബിയെ പറയൂ, മനുഷ്യരോട് പറഞ്ഞു കൊടുക്കൂ, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ച ഹുദ, അത് മാത്രമാണ് ഹുദ, അത് മാത്രമാണ് സന്മാർഗം. അതാണ് നമ്മുടെ തൗഹീദ്, അതാണ് നമ്മുടേതായ ഇത്തിബാഉർ റസൂൽ. അങ്ങനെ നമ്മൾ ഷഹാദയിൽ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ജീവിതത്തിലൊക്കെ മാറ്റം വരും. പിന്നെ മാതാപിതാക്കളെ നോക്കാനും ആരും നമ്മളോട് ആയത്തു ഹദീസൊന്നും ഓതണ്ട. ഇന്നിപ്പോൾ വലിയ തർക്കതാണല്ലോ. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ മാപ്പാനി ഇമ്മാനി നോക്കണ വിഷയത്തിൽ ഇപ്പോൾ വലിയ തർക്കമാണ്. പണ്ടത്തേക്കാൾ അത് കൂടി, മുമ്പുള്ള കാലത്തേക്കാൾ ഇപ്പൊ കൂടി വരുന്നൊരു തർക്കം എന്താണ്? നമുക്ക് പ്രായമായാൽ നമ്മെ ആര് നോക്കണം? ആരും വിചാരിക്കണ്ട ഇതൊന്നും എനിക്ക് വരൂല, കാത്തിരുന്നോളിൻ, അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. മക്കൾക്കിടയിൽ ചർച്ചയാണ് എന്ത് അറിയോ? എനിക്ക് മാത്രമൊന്നുമല്ലല്ലോ, എൻ്റെ മാത്രം ബാപ്പിമ്മയൊന്നുമല്ലല്ലോ, എൻ്റെതും അല്ലേ. ജ്യേഷ്ഠാനുജന്മാരും മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാണ്, ആരാ നോക്കേണ്ടത്. അങ്ങനെ ഇവർ പ്രായമായി, മാതാപിതാക്കൾ വയോവൃദ്ധരായി, അവരെ നോക്കാൻ ആളില്ല. ഒരു മകൻ നോക്കും കുറച്ചു ദിവസം,
ഇമ്മ അപ്പുറത്ത് പോയിന്നോ? അവൾ നോക്കിക്കഴിഞ്ഞു, ഇപ്പുറത്ത് പോയിന്നോ? എന്താ ഞങ്ങൾക്ക് എവിടേക്കും ഇറങ്ങൊന്നും വേണ്ടേ? ഈ ഇമ്മാനും വാപ്പാനെയും കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരുന്നാ മതിയോ? നമുക്കെവിടെയും ടൂറൊന്നും പോണ്ടേ? നമുക്കൊരു സ്ഥലത്തേക്കും പോകാൻ പാടില്ല. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എന്നാ ചോദിക്കുന്നത്. ആര്? പലപ്പോഴും മാതാപിതാക്കളെ നോക്കുന്നതിൽ നിന്ന് സ്വന്തം മക്കളെ പിന്തിരിപ്പിക്കുന്നതിൽ കയറി വരുന്ന മരുമക്കൾക്ക് പങ്കുണ്ട്. ചിന്തിക്കണം പ്രിയമുള്ളവരെ. ആൺമക്കൾക്ക് അവരുടെ മാതാപിതാക്കളോട് ബഹുമാനവും സ്നേഹവും അവരെ നോക്കാനും ഒക്കെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോ വന്നു കയറിയ പെൺമക്കൾക്ക് തോന്നുകയാണ് നമ്മുടെ സ്വൈരം നശിക്കുകയാണ്, നിങ്ങൾ മാത്രല്ലല്ലോ മക്കളുള്ളത്, വേറുള്ളടത്തും പോയി നിൽക്കട്ടെ എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് അവര് നോക്കട്ടെ ഇവര് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തട്ടിക്കളിക്കുന്ന ഒരു മനസ്ഥിതി ആ ഉമ്മയും ഉപ്പയും അറിയേണ്ടി വന്നാലുള്ള ഒരു അവസ്ഥ എന്താണ് പ്രിയമുള്ളവരെ? ചിന്തിക്കണ്ടേ? ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭർത്താക്കന്മാരോട് പ്രേരണ നൽകുന്ന സ്ത്രീകളും ആലോചിക്കണം. അവരും സ്ത്രീകളാണ്. അവർക്കും മക്കളുണ്ടാകും, അവരിലുമുണ്ടാകും ആൺമക്കളുണ്ടാകും. ആ ആൺമക്കളും പ്രായമായാൽ കല്യാണം കഴിക്കും. എൻ്റെ വീട്ടിലും മരുമക്കൾ വരും. അപ്പോൾ എൻ്റെ ആൺമക്കളോട് എന്നെ നോക്കണ്ട, എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ വരുന്ന പ്രശ്നങ്ങളാണ്. പ്രായമായി കഴിഞ്ഞാൽ ആര് നോക്കണം? ആര് പരിചരിക്കണം? ആരാണ് അവരുടെ കാര്യം ഏറ്റെടുക്കേണ്ടത്? എന്നിങ്ങനെയുള്ള തർക്കവിതർക്കങ്ങൾ സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്നവർ, വൃദ്ധസദനത്തിന് സമാനമായ നിലക്ക് സ്വന്തം വീടുകളിൽ ഇരുട്ടറ ഒരുക്കുന്നവർ, അവരെ പരിഗണിക്കാത്തവർ, അവരെ കരയിപ്പിക്കുന്നവർ, അവരുടേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ആളുകൾ, അതാണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ ആരാവട്ടെ, ആര് ചെയ്താലും ഈ ലോകത്ത് വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, അത്ര വിലയുണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീരിന്. ഇതൊന്നും ആരോട് പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കേണ്ട നിലക്കാണ് വിശ്വസിച്ചാൽ ജീവിതത്തിൽ മുഴുവനും മാറ്റം വരും. മക്കളുടെ കാര്യത്തിൽ മക്കളുടെ അവസ്ഥ എന്താ? നമ്മുടെ മക്കളുടെ സ്ഥിതി എന്താ? ലോകം ഇവിടെ എത്തി നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പരസ്യമായി വഴിയിൽ കിടന്ന് ഇണചേരുന്ന കാലം വരുമ്പോ നടക്കുന്ന വഴിയിൽ കിടക്കാതെ വന്ന് അപ്പുറത്തേക്ക് മാറിക്കിടക്കടോ എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരും. പണ്ടുകാലത്ത് പല നാടുകളിൽ കേട്ടുകേൾവി ഉണ്ടായിരുന്നതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ KSRTC ബസ്സുകളിൽ, സാധാരണ ബസ്സുകളിൽ, ട്രെയിനുകളിൽ, അതേപോലെയുള്ള ഹോസ്റ്റലുകളിൽ, സ്റ്റഡി ടൂറിന്റെ അവസരങ്ങളിൽ, അതേപോലെയുള്ള വ്യത്യസ്തങ്ങളായ യാത്രകളിൽ, ഗെറ്റ് ടുഗദറുകളിൽ, ഫാമിലി കൂട്ടായ്മകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളുടേതായ അലുമിനി ഗ്രൂപ്പുകളിൽ, കഴിഞ്ഞകാല സഹോദരീ സഹോദരന്മാരുടെ പഠനകാലത്തുള്ള ആ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകളിൽ എവിടെയൊക്കെ ഇന്ന് എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താ പ്രശ്നം? അവിഹിതമായ ബന്ധങ്ങൾ, വൈറലാകാൻ വേണ്ടി ക്യാമറ എടുക്കലുകൾ, വ്യത്യസ്തങ്ങളായ നിലക്കുള്ള മനുഷ്യരുടേതായ പെരുമാറ്റങ്ങൾ, അവിഹിതമായ രൂപത്തിലുള്ള ഇടപെടലുകൾ, ചാറ്റിങ്ങുകളിലൂടെ ചീറ്റിങ്ങുകൾ, ഒളിച്ചോട്ടങ്ങൾ, വഴിവിട്ട ബന്ധങ്ങൾ, വേഷവിധാനങ്ങൾ, കല്യാണത്തിന്റെ പേരിലുള്ള കൂത്താട്ടങ്ങൾ. അവിടെ ഇരിക്കുകയാണ് നോക്കുകുത്തിയായി ബാപ്പയും ഉമ്മയും. സ്റ്റേജിൽ ആണും പെണ്ണും ഇടകലർന്ന് തിമർത്താടുകയാണ്. അവരുടേതായ ഒരു മേളയാണ് അവിടെ നടക്കുന്നത്. അവിടെ പാട്ടുകളുണ്ട്, കൂത്തുകളുണ്ട്, ഡാൻസുകളുണ്ട്. അവിടെ ബാപ്പ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിനും കൊള്ളാത്ത ഒരു ചാരിമരത്തിൽ ചാരിയിരിക്കപ്പെട്ടതുപോലെ ഇരിക്കുക എന്നുള്ളതല്ലാതെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു ലോകത്ത് മാതാപിതാക്കളുടെ കൽപ്പനകളെപ്പോലും മാനിക്കാതെ റബ്ബിന് ഏറ്റവും ശുക്ർ പറയേണ്ടുന്ന വിവാഹ ദിനത്തെ ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് വഴിമാറ്റുന്ന കുടുംബങ്ങളാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ആരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇതൊക്കെ നമ്മുടെ വീടുകളുടെ അവസ്ഥയാണ്. എന്തേ ഇങ്ങനെ മാറ്റം വരാതെ മുന്നോട്ട് പോകുന്നത്? പഠനങ്ങൾ കുറയുകയാണ്,
റബ്ബിനെ കുറിച്ചുള്ള പേടിയില്ലാതെ ഇതുകൊണ്ടൊന്നും മാറ്റം വരൂല. പറയുന്നവര് മോശക്കാരാകും, ഉപദേശിക്കുന്നവരെ ട്രോളും, അവർക്ക് സമൂഹത്തിൽ വില നഷ്ടപ്പെടും. അതൊക്കെ ശരിയാണ്. പക്ഷേ പരലോക കോടതിയിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ ഉമ്മമാരെ, ഉപ്പമാരെ? പരലോക കോടതിയിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ? അവിടെ ആരാണ്ടാവുക? മക്കളുണ്ടോ? ബാപ്പയുണ്ടോ? തിന്മക്ക് പ്രേരിപ്പിച്ച ഭർത്താവുണ്ടോ? ഭാര്യയുണ്ടോ? കുടുംബങ്ങളുണ്ടോ? ആരാ ഉള്ളത്? ഓരോരുത്തർക്കും അവരവരുടെ കാര്യമല്ലാതെ മറ്റെന്താ അവിടെയുള്ളത്? ആ ഭയത്തോടുകൂടി, പരലോക ഭയത്തോടുകൂടി, റഹ്മാനായ റബ്ബിന്റെ കഠിന കഠോരമായ നരകമാണല്ലോ വരാൻ പോകുന്നത് എന്ന പേടിയോടുകൂടി നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കലല്ലാതെ നിർവാഹമൊന്നുമില്ല. അതുകൊണ്ട് മാത്രമേ സുഹൃത്തുക്കളെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നമ്മൾ ഇതൊക്കെ പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? ജീവിതത്തിൽ ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞിട്ട്, ഒന്നിനും നേരമില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാതെ പോയാൽ എല്ലാ തിരക്കും കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു കിടന്നു കൊടുക്കല്. അത് മരണത്തിന്റെ മലക്കിന്റെ മുമ്പിൽ കിടന്നു കൊടുക്കലാണ്. അതുവരെ എനിക്ക് നല്ല കാര്യത്തിന് വിളിച്ചാലും, ഖുർആൻ പഠിക്കാൻ പറഞ്ഞാലും, ഹദീസ് പഠിക്കാൻ പറഞ്ഞാലും, നന്മകൾ കേൾക്കാൻ വിളിച്ചാലും ഒക്കെ പലർക്കും പല രൂപത്തിലുള്ള വഴികഴിവുകളും പറയും. തിരക്കാണ്, സമയമല്ല, ബിസിയാണ്. എല്ലാ ബിസിയും തീരുന്ന നേരമാണ് മരണം. ആ സമയത്ത് മരണത്തിന്റെ മലക്കിനോട് മനുഷ്യൻ കെഞ്ചും, റബ്ബിർജിഊൻ, റബ്ബേ നീ എന്നെ ഒന്ന് മടക്കിത്തരാമോ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ വിട്ടുപോയിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെ ഞാനൊന്ന് ചെയ്തോളാം, എന്നെ ഈ മരണത്തിൽ നിന്ന് ഒന്ന് പിന്തിച്ചു തരാമോ? അല്ലാഹുവിന്റെ മറുപടി എന്താ? കല്ലാ ഇന്നഹാ കലിമ, അതൊരു വെറും വർത്താനാ. എത്ര കരഞ്ഞിട്ടും കാര്യമില്ല. അത് പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും, നിലവിളിക്കുന്നോ നിലവിളിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടൊന്നും മടക്കല്ല. പിന്നെ ഇനി എങ്ങോട്ടാ പോക്ക്? വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, പുനരുത്ഥാന നാൾ വരെ ഇനി അവർക്ക് ചെന്ന് കിടക്കേണ്ടുന്ന ബർസഖിന്റെ ലോകമേ ഉള്ളൂ. അതാണ് ഖബർ. അവിടെയാണ് രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്, പരീക്ഷണങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്, ഉത്തരം പറയേണ്ടതുണ്ട്. ഭീകരമായ കാഴ്ചകളുണ്ട്, സ്വർഗീയമായ കാഴ്ചകളുണ്ട്. അതൊക്കെ നല്ലവർക്കും ചീത്തയായ ആളുകൾക്കുമുള്ള വ്യത്യസ്തങ്ങളായ ക്രമീകരണങ്ങളാണ്. പക്ഷേ ആ മരണനേരത്ത് എനിക്ക് സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കണം. പരിശുദ്ധ റമദാനാ വരാൻ പോകുന്നത്. ജീവിതത്തിന്റെ എല്ലാ ഇന്നലകളിൽ സംഭവിച്ചതും അന്നേക്ക് കാത്തുവെക്കാതെ ഇന്ന് മുതലേ പശ്ചാത്തപിക്കുന്ന മനസ്സുമായി മുന്നോട്ട് പോകണം. കാരണം റമദാനിൽ നമ്മൾ ഉണ്ടാവുമോ? ആർക്കാ ഉറപ്പ് പറയാൻ കഴിയുക? അതിനിപ്പോ അസുഖം വേണോ? അസുഖം വേണോ? എത്ര ആളുകളാണ് പെട്ടെന്ന് കുഴഞ്ഞു വീഴല്ലേ? പ്രായം പ്രശ്നമാണോ? കുട്ടികള്, യുവാക്കള്, വയോവൃദ്ധന്മാര്, പലരും, എല്ലാവരും ഉണ്ട്. മരണത്തിന് പ്രായമില്ല, സമയമില്ല, ഒന്നുമില്ല. അതതിൻ്റെ സമയത്ത് കൃത്യമായി നടക്കും. പിന്നെ നമ്മൾ നമ്മുടെ ലോകത്ത് ഒറ്റക്കായി, ആരുമില്ല. നമ്മെ പല തിന്മകളിലേക്കും പിരികയറ്റി, നമ്മെ ഒരു കളിപ്പാവയുടെ സ്ഥാനത്ത് നിർത്തി സ്ക്രൂ മുറുക്കി പറഞ്ഞയച്ച ഒരാളും നമ്മുടെ ഖബറിൽ ഉണ്ടാവില്ല. നമ്മുടെ ഒറ്റക്കാണത്. നമ്മളെ വിചാരണയുടെ കേന്ദ്രത്തിൽ അവരാരും ഇല്ല. ആ ദിനത്തെ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മുടെ നാടിന് ആവശ്യമുണ്ട് ഒരുപാട് സഹായങ്ങൾ. റമദാനിലേക്ക് നമ്മുടേതായ പ്രവർത്തനങ്ങളുടെ ഒരുപാട് സഹായങ്ങൾ ആവശ്യമുണ്ട്. ഇഫ്താറിന്റെ കിറ്റുകൾ, ഭക്ഷണ കിറ്റുകൾ പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് ഒഴുകേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകന്മാർ നാട്ടിൽ അത് കലക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, പ്രവാസികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ. നോമ്പ് തുറക്കുവാനുള്ള വിഭവങ്ങൾ അടങ്ങുന്ന ഭക്ഷണ സാധനങ്ങളുടെ കിറ്റുകൾ റമദാനിന് സ്പെഷ്യലായി
അതേപോലെ തന്നെ ഈദ് കിസ്വക്ക് കൊടുക്കുവാൻ വേണ്ടി കുട്ടികൾക്കുള്ള പുത്തനുടുപ്പുകൾക്ക് വേണ്ടി, അതിനെല്ലാം പുറമെ ഇവിടെ നേരത്തെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂത്ത് ഘടകം നടത്തുന്ന ട്രീറ്റ് എന്ന പദ്ധതി. എന്താണ് ആ ട്രീറ്റ് എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? നിങ്ങൾ കേട്ടുകഴിഞ്ഞതാണ്. പാവപ്പെട്ട നിർധനരായ കുടുംബങ്ങളെ ആരൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത് മാസാന്തം 2000 രൂപ അവർക്ക് വേണ്ടി നൽകുകയാണ്. അവരുടെ കയ്യിൽ കൊടുക്കല്ല, അവർക്ക് ചെന്ന് പർച്ചേസ് ചെയ്യാവുന്ന ഒരു കട സെലക്ട് ചെയ്തിട്ട് കടയുടമയ്ക്ക് നമ്മൾ 2000 കൊടുക്കുകയാണ്. ഇന്നയാൾ ഒരു വ്യക്തി വന്നാൽ അയാൾക്ക് ആവശ്യമുള്ള സാധനം 2000 വരെ നിങ്ങൾ കൊടുക്കണം. നമുക്ക് എന്താ വേണ്ടതെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാം. എനിക്ക് ആരാണ് ആ 2000ന്റെ സാധനം തന്നതെന്ന് വാങ്ങുന്ന എനിക്കറിഞ്ഞൂടാ, അതറിയാൻ സംവിധാനമല്ല. കാരണം വാങ്ങുന്നവനൊരു അഭിമാനമുണ്ട്. വാങ്ങുന്ന എനിക്ക്, മേലുള്ള കൈ വാങ്ങുന്ന കൈയിനൊരു അഭിമാനമുണ്ട്. ആ അഭിമാനത്തെ അപമാനിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതിനല്ല, ഇത് പത്രത്തിൽ പേര് വരാനും ഇത് ഫോട്ടോ എടുത്ത് കൊടുക്കാനൊന്നുമല്ല. ഇത് പാവങ്ങളായ ആളുകളുടെ വീടുകളിൽ, നിർധനരായ ആളുകളുടെ വീടുകളിൽ, അവർക്ക് അത്യാവശ്യമായ നിത്യവരുമാനത്തിനുള്ള വകയുള്ള ആളുകൾക്ക് പോലും എന്തെങ്കിലും ചെലവിനുള്ള പൈസ കിട്ടിയാൽ ബാക്കിയുള്ളതെങ്കിലും അവനവന്റെ പല കാര്യങ്ങൾക്കും കൂട്ടിവെക്കാലോ എന്ന് സ്വപ്നം കാണുന്ന പട്ടിണി പാവങ്ങളുണ്ട്. അവർക്കൊക്കെ ഉപകരിക്കുന്നതാണ് ഈ സംവിധാനം ട്രീറ്റ്. ഒരു 2000 രൂപ ഒരാൾക്ക്, 2000 രൂപ, അതിനൊക്കെ എത്ര റിയാൽ വരുള്ളൂ ഒക്കെ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ പദ്ധതികളിലേക്ക് നമ്മൾ അകവഴിഞ്ഞ് സംഭാവനകൾ ചെയ്യണം. ഓരോ പദ്ധതികളും അതൊക്കെ ദീനിന്റെ മാർഗമാണ്, അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാവണം എന്ന് മാത്രം. അതാണ് ഇഖ്ലാസ്. അങ്ങനെ നമ്മൾ പരിശുദ്ധമായ റമദാനിലേക്കെത്തി റമദാനിന്റെ ഓരോ പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് ഏർപ്പെടാനൊക്കെ നിരന്തര പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ആ നിലക്ക് അള്ളാഹു അതിന് നമുക്കൊക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങളിലേക്കുള്ള ചില സൂചനകളാണ് ഞാൻ നൽകിയത്. നിങ്ങൾ ധാരാളമായി പഠിക്കണം, ധാരാളമായി വായിക്കണം, പഠിക്കണം. നേരത്തെ ഇവിടെ എണ്ണി പറഞ്ഞ, ഇവിടെ ജുബൈലിലും പരിസരങ്ങളിലും നടക്കുന്ന വിജ്ഞാന വേദികളുടെ ധാരാളക്കണക്കിന് കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു. ഈ ഇരിക്കുന്ന എല്ലാവരും അത്തരത്തിലുള്ള ഓരോ ക്ലാസ്സുകളിലെയും വിദ്യാർത്ഥികളായി മാറണം. നിങ്ങൾ പ്രവാസ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളാണത്. ആ അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വിലയറിയുക. അത് ഉപയോഗപ്പെടുത്തുക, നന്മയുടെ വക്താക്കളായി മാറുക, അള്ളാഹു പഠിപ്പിച്ച ഹുദ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പൈശാചികമായ മേഖലകളിലേക്ക്, അവിഹിതങ്ങളിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക്, ലഹരിയിലേക്ക്, തിന്മകളിലേക്ക്, ഒരുപാട് മാർഗങ്ങളിലേക്ക് മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. നിരന്തരം റബ്ബിനോട് അതിനുവേണ്ടി തേടിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയെല്ലാം അവൻ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഏത് സമയത്തും റബ്ബിൻ്റെ പ്രത്യേകമായ കാവൽ, അവൻ്റെ സംരക്ഷണം, അവൻ്റെ ബറക്കത്തുകൾ, അവൻ്റെ റഹ്മത്തുകൾ അവൻ നമ്മിൽ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ, പരിചയമുള്ളവർ അല്ലാത്തവർ എല്ലാവരുടെയും പരലോകം അള്ളാഹു ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും പരലോക ശിക്ഷകളിൽ നിന്ന് നമ്മയും അവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റബ്ബിൻ്റെ ജന്നത്തിൽ നമ്മയും അവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിച്ചേർക്കുമാറാകട്ടെ. സംസാരിച്ചതും കേട്ടതും ഇവിടെ സമയം ചെലവഴിച്ചതും വളരെയേറെ പരലോകത്തേക്ക് ഉപകാരപ്രദമാകുന്ന നിലക്കുള്ള ഒരു സ്വാലിഹായ അമലായി അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.